എടാ അതിന്റെ ബെൽറ്റൊക്കെ എവിടെ ഇരിക്കുന്നേ? അതാ ഷെൽഫിനകത്തിരിപ്പുണ്ട്. ഒന്ന് നിന്നേ. അവനൊരു സാർ. കുറച്ചു ദിവസം എവിടെ ആയിരുന്നടാ? ഇവിടെ ഇല്ലായിരുന്നു. എന്താ അകത്തായിരുന്നു? അല്ല, പുറത്തായിരുന്നു. കഴിഞ്ഞ ദിവസം ഉമ്മൂമി തിന്നാനായിട്ട് ഞാൻ മീൻകാരനെ നോക്കി നിന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും അങ്ങേരെ കണ്ടില്ല. അതെനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അങ്ങേരെ തപ്പി അങ്ങ് ഇറങ്ങി. എങ്ങോട്ട്? എനിക്കറിയാവോ. എന്നിട്ടെന്താ, ആടുജീവിതത്തിലെ പൃഥ്വിരാജ് മരുഭൂമിയിലൂടെ നടക്കുന്ന പോലെ ഞാൻ കുറച്ചങ്ങ് നടന്നു. അയ്യോ, എന്നിട്ടെന്താ ഇങ്ങി പോന്നേ? അത് ഞാൻ അണ്ണനെ മിസ് ചെയ്തപ്പോ ഇങ്ങ് പോന്നു. വിശ്വസിച്ച് സത്യം പറടാ. നോ റീസൺ. എനിക്ക് വരണമെന്ന് തോന്നി, ഞാൻ വന്നു. നിന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് കുറെ ആലോചിക്കുന്നു. യെസ്, ചോദിക്കൂ. ഇവിടെ ഈ ഭിത്തിയിലിരിക്കുന്ന പല്ലിയൊക്കെ എന്തിനാണ് വെറുതെ പിടിക്കുന്നത്? അല്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. ഞാൻ അതിനെ കൊല്ലാനൊന്നും പിടിക്കുന്നതല്ല, കളിക്കാൻ വിളിക്കുന്ന. ഓ, പള്ളക്ക് പല്ലുകുത്തി കയറ്റുന്നല്ലേ അവന്റെ കളി. അതൊക്കെ പോട്ടെ, ഈ നാട്ടിക്കൂടെ പോകുന്ന പാമ്പിനെയൊക്കെ എന്തിനാണ് വെറുതെ കൊല്ലുന്നത്? നോ റീസൺ, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്. അവന്റെ ഒരു എന്റർടൈൻമെന്റ്. എന്നിട്ട് എന്തിനാണ് അതിനെ എന്റെ ബെഡിൽ കൊണ്ടിടുന്നത്? ഈ പൂച്ച സാറിന് അതൊക്കെയല്ലേ ഒരു ആശ്വാസം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നി തുടങ്ങിയെങ്കിൽ എടാ വിഷമിക്കാതെ, ഞാൻ ചുമ്മാ പറഞ്ഞ. എന്ത് വിഷമം? ബുദ്ധിമുട്ടാണെന്ന് ഇയാൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഇയാൾ അങ്ങോട്ടേലും ഇറങ്ങിപ്പോ. അല്ലേലും എനിക്കറിയാടാ നിനക്കൊന്നും ഒരു നന്ദിയില്ലെന്ന്. നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി ആ പട്ടിയോട് കാണിച്ചില്ലേ, അത് ബാലെങ്കിലും ആയിട്ട് കാണിക്കും. നീയൊക്കെ കുറെ നാളായല്ലോ പട്ടിയുടെ വാലാട്ടലിന്റെ കാര്യം പറയുന്നു. ഈ പട്ടിയുടെ വാലാട്ടലിലൂടെ നിനക്കൊക്കെ എന്ത് പെഡിഗ്രിയാണ് കിട്ടുന്നത്? അത് പിന്നെ കൂടുതലൊന്നും പണയണ്ട. എനിക്ക് നിന്നോടൊന്നും സ്നേഹം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാനൊക്കെ രാജവംശ. കാട്ടിലെ രാജാവ് ആരാണെന്ന് അറിയാലോ. അതിന് നിനക്കെന്താ? അല്ല, എന്റെ കുടുംബ പാരമ്പര്യത്തെ പറ്റി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, പിന്നെന്താ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? വല്ല കാട്ടിലോട്ടും പോക്കൂടെ? അയ്യോ, പോണോന്ന് വെച്ചാൽ ഞാൻ പോകും. പിന്നെ നീയൊക്കെ ഇവിടെ കിടന്ന് അയ്യോ എന്റെ പൂച്ച പോയേ, അയ്യോ എന്റെ പൂച്ച കാണുന്നില്ലേ എന്ന് കിടന്ന് കരയരുത്. എന്റെ പൊന്നോ, നിന്നോട് പറഞ്ഞു കഴിക്കാൻ ഞാനില്ല. എന്നെ ഉപദേശിച്ച് വെറുതെ സമയം കളയാതെ എനിക്ക് തിന്നാനുള്ള ബിസ്ക്കസ് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാക്കടാ. അതിന് ഇരിക്കും ഒരു പണിക്കും പോവാതെ. പിന്നെ നിന്റെ ബെൽറ്റ് ഒക്കെ വെച്ചിരിക്കുന്ന ഷെൽഫ് ഉണ്ടല്ലോ, എന്താടാ അത് പൊട്ടിച്ചോ? ഏയ്, ഞാൻ എങ്ങനെ ചെയ്യുവോ? അതിനകത്ത് ഒരു പാമ്പിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ബെൽറ്റ് ആണെന്നും പറഞ്ഞെടുത്ത് അരേ കെട്ടരുത്. ആ ഷെൽഫിൽ നിന്നല്ലേ അച്ഛൻ ഇപ്പൊ ബെൽറ്റ് എടുത്ത്? യവനൊന്നും ഒരു ശ്രദ്ധയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.